ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര് എക്ലിപ്സ് എന്നാണ്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ കോഡിങ്ങിൻ്റെ ബേസിക്സ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റായിട്ട് നമുക്ക് ഇതാണ് കൺസോൾ ഔട്ട്പുട്ട്. ഇവിടെ ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് കൊടുത്ത് കണ്ടില്ലേ. ഈ ഹലോ വേൾഡ് എന്ന് വെച്ചാൽ ഈ പുട്സ്, ആദ്യം പുട്സ് നമുക്ക് മാറ്റണം. പുട്സ് എന്താ വെച്ചാൽ പുട്സ് മാറ്റി പ്രിൻ്റ് ഓഫ് ആക്കണം. ചില സിസ്റ്റത്തിൽ പുട്സ് വർക്കിംഗ് അല്ല, അതാണ്. അപ്പോൾ പുട്സ് മാറ്റി പ്രിൻ്റ് ഓഫ് ആക്കി ഹലോ വേൾഡിന് വരെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തു നോക്കാം. ഹലോ വേൾഡിന് വരെ എന്താ, എൻ്റെ പേര് അക്ഷയ് എന്നാണ്. അപ്പോൾ മൈ നെയിം ഈസ് അക്ഷയ് എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഈ മൈ നെയിം ഈസ് അല്ലേ സൈപ്പ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഇത് നമുക്ക് ഈ കൺസോൾ ഔട്ട്പുട്ടിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഹലോ വേൾഡ് എന്നാണ് ഇതിൻ്റെ പേര്, പ്രോഗ്രാമിൻ്റെ. ഹലോ വേൾഡ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ബിൽഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ചെയ്യാം. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബിൽഡ് പ്രൊജക്റ്റ്, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് കൊടുക്കുക. റൺ ആസ് കൊടുത്താൽ ലോക്കൽ C++ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓക്കെ കൊടുത്താൽ ഇവിടെ പ്രിൻ്റ് ആയി വരും, മൈ നെയിം ഈസ് അക്ഷയ്. അപ്പോൾ ഇങ്ങനെയാണ് കൺസോൾ ഔട്ട്പുട്ടിൽ നമ്മളൊരു സാധനം പ്രിൻ്റ് ചെയ്യിക്കുക. പ്രിൻ്റ് എഫ് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ആ ടൈപ്പ് ചെയ്യുന്ന സാധനമാണ് കൺസോൾ ഔട്ട്പുട്ടിൽ വരിക. വേറൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ യൂസറിനോട് വേണമെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്യൂ എന്ന് പറയുമ്പോൾ യൂസർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്യും. എന്നിട്ട് പറയും നിങ്ങൾ ഈ നമ്പറാണ് എൻ്റർ ചെയ്തത്, ഓർ യു ഹാവ് എൻ്റർഡ് ദിസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. അതിനാദ്യം നമ്മൾ പുതിയ പ്രോഗ്രാം എടുക്കണം. പ്രൊജക്റ്റ് നെയിമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണം കൊടുക്കുക. ഞാനിവിടെ എൻ്റർ നമ്പർ എന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹലോ വേൾഡ് NCC പ്രൊജക്റ്റ് കൊടുക്കാം. ഇവിടെ ടൂൾ ചെയിനായിട്ട് MinGW കൊടുക്കാം, ഫിനിഷ് കൊടുക്കാം. അപ്പോൾ പുതിയ പ്രൊജക്റ്റ് വന്നു. പുട്സ് മാറ്റി പ്രിൻ്റ് ഓഫ് ആക്കാം. ഈ ഒരു ലൈനിൽ ഞാനിപ്പോൾ എഴുതിയ ലൈന് ഇത് ചിലവർക്ക് എഴുതേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ എന്താണെന്ന് അറിയില്ല, ഇത് ഈ ഒരു ലൈൻ എഴുതിയാലേ എൻ്റെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടണുള്ളൂ, അതാണ്. അടുത്ത് ഇനി നമുക്ക് വേറൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ നമുക്കൊരു യൂസറോട് ചോദിച്ചു നോക്കാം, ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയാം. അപ്പോൾ യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്യും, ഒരു റാൻഡം നമ്പർ 5 6 12 90 അങ്ങനെ എന്തെങ്കിലും. ആ നമ്പർ എൻ്റർ ചെയ്താൽ ഈ കൺസോൾ ഔട്ട്പുട്ടിൽ ഇങ്ങനെ കാണിക്കും, യു ഹാവ് എൻ്റർഡ് ദിസ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. അതിനാദ്യം പുതിയൊരു ഫയൽ ഉണ്ടാക്കണം. പ്രൊജക്റ്റ് നെയിമായിട്ട് എൻ്റർ നമ്പർ തന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ. ഹലോ വേൾഡ് NCC പ്രൊജക്റ്റ് കൊടുക്കുക, ടൈപ്പ് ടൂൾ ചെയിനായിട്ട് MinGW കൊടുക്കുക.
പുട്സ് മാറ്റി പ്രിൻ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് ലൈന് സെറ്റ് ബഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, stdout, null നൾ. ഈ ഒരു ലൈന് ചിലവർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലൈന് ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എററായിട്ട് കാണിക്കുക. അപ്പോൾ ഞാൻ ChatGPT നോക്കിയപ്പോൾ ഈ ഒരു ലൈന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണിത്. അപ്പോൾ അടുത്തത് എന്താ വെച്ചാൽ പ്രിൻ്റ് എഫിൽ നമുക്ക് എന്താണോ യൂസറോട് ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയാം. എൻ്റർ എ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്തത് നമ്പർ എൻ്റർ ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യാനൊരു സ്പേസ് വേണം. അതിനാണ് നമ്മൾ ഈ ഇതെടുക്കുന്നത്, സ്കാനഫ് ഒരു എറർ ഉണ്ടല്ലോ. ഇത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അതാണ് എൻ്റെ അവിടെ ഒരു കണ്ടോ, സിമ്പിൾ എ കുഡ് നോട്ട് ബി റിസോൾവ്ഡ് എന്ന് വെച്ചാൽ നമ്മളിവിടെ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഇൻറ്റ് എ, നമ്മൾ ഒരു നമ്പറാണ് യൂസർ അടുത്ത് ചോദിക്കുന്നത്, അപ്പോൾ ഇൻറ്റിജർ ആണ് ഇൻറ്റ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വല്ല ക്യാരക്ടറാണ് ചോദിക്കണമെങ്കിൽ ABCD പോലത്തെ എന്തെങ്കിലുമൊക്കെയാണ് കസ്റ്റമർ അടുത്ത് നിന്ന് യൂസർ അടുത്ത് നിന്ന് ചോദിക്കുകയെന്ന് വെച്ചാൽ അവിടെ CHAR കൊടുക്കുക. അതല്ല നിങ്ങൾ വല്ല ഡെസിമൽ ടൈപ്പ് നമ്പേഴ്സാണ് ചോദിക്കണമെങ്കിൽ ഫ്ലോട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഞാൻ ഇൻറ്റ് എ കൊടുത്തു, അടുത്തത് പ്രിൻ്റ് എഫ് കൊടുത്തു, സ്കാൻ എഫ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കസ്റ്റമർക്ക് യൂസർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം നിങ്ങൾ ഈ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. യു ഹാവ് എൻ്റർഡ് പറഞ്ഞിട്ട് %d എ. അപ്പോൾ നോക്കി നോക്കാം. ഇവിടെ എൻ്റർ എ നമ്പർ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബിൽഡ് പ്രൊജക്റ്റ് കൊടുക്കുക. ഓക്കെ, 0 എറർ 0 വാണിംഗ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്കിത് റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ പറഞ്ഞിട്ട് നമുക്കൊരു 78 കൊടുത്തോക്കാം. യു ഹാവ് എൻ്റർഡ് 78. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമും കറക്റ്റായിട്ട് നമ്മൾ കഴിഞ്ഞു.